ഓണക്കാലത്ത് സപ്ലൈകോയിൽ റെക്കോർഡ് വിൽപ്പന. ഇന്ന് മാത്രം വിറ്റഴിച്ചത് 21 കോടിയിലധികം രൂപയുടെ ഉൽപ്പന്നങ്ങൾ. ഇതോടെ ഓണക്കാലത്ത് ഇതുവരെ നടന്നത് 319.3 കോടി രൂപയുടെ വിൽപ്പന. സപ്ലൈകോയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിൽപ്പന കൂടിയാണ് ഇന്നത്തേത്. വിവരങ്ങളുമായി അർജുനാണ് ചേരുന്നത്. അർജുൻ, എന്തായാലും വലിയ സന്തോഷമാണ്. ഓണവിപണി തകൃതിയായി നടക്കുന്നു. സപ്ലൈകോയിൽ വലിയ ലാഭം തന്നെയായിരിക്കും അല്ലേ? സ്വാതി, തീർച്ചയായും കഴിഞ്ഞ ഓണക്കാലത്ത് ഏറെ വിമർശനം ഏറ്റുവാങ്ങിയ വകുപ്പാണ് ഭക്ഷ്യവകുപ്പ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിൽ വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ ഇന്ന് ഈ ഓണക്കാലത്ത് അങ്ങനെയല്ല കാര്യങ്ങൾ. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, പൊതു വിതരണ സംവിധാനത്തിനകത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ സപ്ലൈകോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ ഓണക്കാലത്ത് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. അതിന്റെ ഗുണം സപ്ലൈകോയ്ക്ക് ലഭിച്ചിട്ടും ഉണ്ട്. ഈ സപ്ലൈകോയുടെ ഇന്നത്തെ വിൽപ്പന സർവകാല റെക്കോർഡായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇന്നാണ് കേരളത്തിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സപ്ലൈകോയ്ക്ക് ഒരു ദിവസം വിൽപ്പന നടന്നിട്ടുള്ളത്. അത് 20 കോടി കടന്നു. 21,30,40,687 കോടി രൂപയുടെ വിൽപ്പനയാണ് പൊതുവിതരണ സമ്പ്രദായത്തിൽ ഇന്ന് നടന്നിട്ട് സപ്ലൈകോയിൽ ഇന്ന് നടന്നെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആഗസ്റ്റ് മാസം തൊട്ട് 31-ാം തീയതി വരെ, അതായത് കഴിഞ്ഞ ഒരു മാസം 30 കോടിയായിരുന്നു സപ്ലൈകോ വിൽപ്പനയിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ അതൊക്കെ മറികടന്ന് ഇപ്പോൾ 319 കോടി രൂപയുടെ വിൽപ്പന സപ്ലൈകോയിൽ മാത്രം നടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ദിവസവും 10 കോടിയിലേറെ വിൽപ്പന സപ്ലൈകോയിൽ മാത്രം, അതായത് സ്വകാര്യ കച്ചവടത്തിന് അപ്പുറത്തേക്ക് പൊതു വിതരണ സംവിധാനത്തിലേക്ക് വന്നു. അത് എല്ലാ ദിവസവും 10 കോടിയിൽ അപ്പുറത്തേക്കായിരുന്നു. അത് എല്ലാ തരത്തിലേക്ക് എത്തിയിട്ട് ഇന്ന് 21 കോടിക്ക് അപ്പുറത്തേക്ക് ആളുകൾ സപ്ലൈകോയിൽ ഉൾപ്പെടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരു മാസം കൊണ്ട്, അതായത് ഈ ആഗസ്റ്റ് 1-ാം തീയതി തൊട്ടിട്ട് ഇന്നലെ വരെ ഏകദേശം 50 ലക്ഷത്തിലേറെ പേർ സപ്ലൈകോയിൽ മാത്രം സാധനങ്ങൾ വാങ്ങാൻ എത്തിയിട്ടുണ്ട്. 300 കോടി രൂപ ഒരു മാസ കാലയളവിൽ ഉണ്ടാകുമെന്നായിരുന്നു സപ്ലൈകോ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് 300 കോടിയിലെ വിറ്റുവരവ്